ഫാഷിസത്തിനെതിരെ നിരന്തര ചോദ്യം ഉന്നയിക്കണമെന്ന പ്രശസ്ത എഴുത്തുകാരൻ സുനിൽ പി ഇളയിടം ആയുധങ്ങളോടും ഹിംസയോടും താൽപര്യമുള്ള അമേരിക്കൻ പ്രസിഡന്റിനെ നരേന്ദ്രമോദി അനുകൂലിക്കുന്നതിൽ അതിശയോക്തിയില്ലെന്ന് നിരണം ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കുറിലോസ് മെത്രാപ്പൊലീത്തയും പറഞ്ഞു. ഇന്ത്യ ആരുടേത് എന്ന വിഷയത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്ത സെമിനാറിലുടനീളം സംഘപരിവാർ ഫാഷിസത്തിനെതിരെ ശക്തമായ പ്രതികരണമാണ് ഉണ്ടായത്. അദ്ദേഹത്തിന്റെ നമ്പർ 1 ഹിറ്റ് ലിസ്റ്റിലുള്ള ഒരു മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രധാനമന്ത്രിക്ക് അദ്ദേഹത്തോട് കൂടുതൽ അടുപ്പം തോന്നുന്നതിൽ അതിശയോക്തിയില്ല. ഇസ്രായേലുമായിട്ടൊരു പുതിയ നയതന്ത്ര ബന്ധം അദ്ദേഹം ഉണ്ടാക്കിയതിന്റെ പിറകിൽ ഹിംസയോടുള്ള സ്നേഹവും ഒക്കെ തന്നെയാണെന്ന് വായിച്ചെടുക്കുവാൻ സാധാരണ ബുദ്ധി മാത്രം മതിയാകും. ഇന്ത്യയിൽ ഫാഷിസം അതിന്റെ യഥാർത്ഥ കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ പാതയിലാണെന്ന് പറഞ്ഞ സുനിൽ പി ഇടയിളം മഹാത്മാഗാന്ധിയും ടാഗോറും ദേശീയതയ്ക്കെതിരെ നിലപാടെടുത്തവരായിരുന്നുവെന്നും പറഞ്ഞു. ജാതി മേധാവിത്വത്തിന്റെ, പൗരോഹിത്യത്തിന്റെ, യജ്ഞയാഗ പാരമ്പര്യങ്ങളുടെ വിഭജനത്തിന്റെ, വർഗീയതയുടെ, ഒരുപക്ഷെ ഫാസിസത്തിന്റെ മുഴക്കങ്ങൾ അതിശക്തമായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നാം ജീവിക്കുന്നു. ഇന്ത്യയുടെ യഥാർത്ഥ നായകൻ ഗാന്ധിജി ദരിദ്രനാരായണൻ എന്ന് പേരിട്ട് വിളിച്ച നമുക്ക് ആർക്കും അറിയാത്തൊരു മനുഷ്യനാണ് എന്നും നാം ഓർക്കേണ്ടതുണ്ട്. തോൽക്കാൻ തയ്യാറാണെങ്കിൽ പോലും നാം ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം. ഈ അവസാനത്തെ മനുഷ്യന്റെ രാജ്യമാണ് ഇത്, അല്ലാതെ പരമശക്തനായ ഒരു പ്രധാനമന്ത്രിയുടെ രാജ്യമല്ല, ഒരു മന്ത്രിയുടെ രാജ്യമല്ല. യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് മുനവർ അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിച്ച സെമിനാറിൽ മാധ്യമപ്രവർത്തകൻ സനീഷ് ഇളയിടത്ത്, KM ഷാജി MLA എന്നിവരും സംസാരിച്ചു. മീഡിയ 1 കൊച്ചി.